എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, യൂണിവേഴ്സ് എന്തിനാണ് നിങ്ങളെ തമ്മിൽ മീറ്റ് ചെയ്യിച്ചത്, അല്ലേ? ചിലരെങ്കിലും റിലേഷൻഷിപ്പിൽ പരസ്പരം വിട്ടു നിൽക്കുകയായിരിക്കും, നോ കോണ്ടാക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. എന്ത് തന്നെ ആയാലും ചില സമയത്ത് നമുക്ക് തോന്നാറില്ലേ, എന്തിനായിരിക്കും നമുക്ക് അങ്ങനെ ഒരു റിലേഷൻ വന്നത്, എന്തായിരിക്കും ഡിവൈൻ്റെ മനസ്സിൽ, ഡിവൈൻ എന്ത് കരുതിയിട്ടാണ് നമ്മളെ മീറ്റ് ചെയ്യിച്ചത് എന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടാവില്ലേ? അതാണ് ഞാൻ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. അപ്പോൾ വേറെന്താ, റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ടവരെ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥത്തിലുള്ള ഫീലിങ്സ്, തോട്ട്സ്, സിറ്റുവേഷൻസ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. ഇത് ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പലരുടെയും എനർജി ഒറ്റയടിക്ക് കണക്റ്റ് ആവും. ഒരാളുടെ മാത്രം എനർജി നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ അതിന് പേഴ്സണൽ റീഡിംഗ് തന്നെ വേണം. ഓക്കെ, ആലോചിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നു. ഡിവൈൻ പ്ലീസ് ഗൈഡ്. താങ്കൾ എന്തിനാണ് എൻ്റെ വ്യൂവേഴ്സിനെ, അവരുടെ പേഴ്സണെ മീറ്റ് ചെയ്യിച്ചത്? ഡിവൈൻ എന്തിനാണ് എൻ്റെ വ്യൂവേഴ്സിനെയും അവരുടെ പേഴ്സണെയും തമ്മിൽ കൂട്ടിമുട്ടിച്ചത്? വൈ ഡിഡ് യു ലെറ്റ് ദം മീറ്റ്, ഡിവൈൻ? വൈ ഡിഡ് യു ലെറ്റ് മൈ വ്യൂവേഴ്സ് ആൻഡ് ദ പേഴ്സൺ മീറ്റ്? എന്തായിരുന്നു കാരണം? എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂവേഴ്സും അവരുടെ പേഴ്സണും തമ്മിൽ കൂട്ടിമുട്ടാനുണ്ടായ സാഹചര്യം എന്നൊന്ന് പറഞ്ഞു തരൂ പ്ലീസ്. Death, rebirth, wow. 2 of Swords, 8 of Wands, 4 of Cups, 4 of Wands, King of Pentacles, the Fool, Queen of Cups, Magician, 3 of Cups, Sun, Hierophant, 10 of Pentacles. Clarify. 2 of Swords. 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 6 of Cups. Clarify. 4 of Cups. Clarify. 4 of Cups. Clarify. 4 of Cups. Clarify. 4 of Cups. 3 of Pentacles. Clarify. 8 of Wands. Clarify. 8 of Wands. Clarify. 8 of Wands. എല്ലാം ക്ലാരിഫൈ ചെയ്ത് ഒറ്റയടിക്ക് അങ്ങ് പറയാം കേട്ടോ. 6 of Swords. Clarify. 3 of Cups. Clarify. 3 of Cups. Clarify. 3 of Cups. 8 of Pentacles. മിക്സ്ഡ് എനർജീസ് ആയിട്ടാണ് എനിക്ക് കണക്റ്റ് ആവുന്നത് കേട്ടോ. ആദ്യമായിട്ട് നിങ്ങളുടേതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഉറപ്പായിട്ടും. കഴിഞ്ഞ ജന്മങ്ങളിലും നിങ്ങൾ പാർട്ട്നേഴ്സ് ആയിരുന്നു. ഈ ജന്മത്തിൽ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കൊണ്ട് തന്നെയാണ്, അത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്, നിങ്ങളുടെ വിധിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യേണ്ടുന്നത് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡിവൈൻ നിങ്ങളെ തമ്മിൽ മീറ്റ് ചെയ്യിച്ചത് കേട്ടോ. അതേപോലെ നിങ്ങളുടേത് ലോങ് ടേം ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഓക്കെ, അവിടെ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോകേണ്ട, 2 വഴിക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഡെസ്റ്റിനിയിൽ നിങ്ങൾ വീണ്ടും കാണണം എന്ന് ഡിവൈൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, കാരണം ആ വിട്ടുപോയ അവിടെ നിന്ന് നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ കണക്റ്റഡ് ആയിരുന്നു. പാസ്റ്റിൽ നിങ്ങളുടെ ഈ ജന്മത്തിലെ പാസ്റ്റിൽ നിങ്ങൾ കണക്റ്റഡ് ആയിരുന്നു. നടുവിൽ വെച്ച് സെപ്പറേറ്റഡ് ആയി പോയി. പക്ഷേ ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടാമത് മീറ്റ് ചെയ്തേ മതിയാകൂ എന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. ആ ലോങ് ടേം ഫ്രണ്ട്സ് ആയിരിക്കാം, കോളേജ് സ്കൂൾ ടൈമിലൊക്കെ ഒരുമിച്ച് പഠിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ റിലേഷനിൽ തന്നെ
പണ്ട് മുതലേ അറിയാവുന്നവരാണ്, വിട്ടുപോയതായിരിക്കാം. വീണ്ടും ആ റീയൂണിയൻ അവിടെ അനിവാര്യമാണ്. കാരണം നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടും ലോങ് ടേം നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കണം എന്ന് ഡിവൈൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ വിധിയിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തേ മതിയാകൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഓക്കെ, അതേപോലെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കടൽ കടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോയിട്ടുണ്ട്. പോയി അവിടെ നിങ്ങൾക്കോ അവർക്കോ സപ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നു. അവർക്ക് കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടാണ്, ഭാഷ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വളരെ കുറച്ച് സംസാരിക്കുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം കേട്ടോ. രണ്ടും കൂടിയാണ് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ, കാരണം ജനറൽ റീഡിംഗ് ആണ്. ആരാണോ യാത്ര ചെയ്ത് പോയത് ആ വ്യക്തിയെ സഹായിക്കാൻ മറ്റേ ആൾ അവിടെ ഉണ്ടായിരുന്നത്. നിങ്ങളാണ് പോയതെങ്കിൽ നിങ്ങളുടെ വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ വ്യക്തിയാണ് ട്രാവൽ ചെയ്ത് വന്നെങ്കിൽ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാം, കൺവെർസേഷൻസ് അറിയാം, നിങ്ങൾ അവർക്ക് വളരെ തുണയായിട്ട് അവിടെ നിന്നു. അവർക്ക് ആ സപ്പോർട്ട് അവിടെ ആവശ്യമുണ്ടായിരുന്നു. ആ സപ്പോർട്ട് ചെയ്യേണ്ടുന്ന വ്യക്തി നിങ്ങളാണ് എന്ന് ഡിവൈൻ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ, അല്ലേ? ഒന്നും കാരണമില്ലാതെ സംഭവിക്കുന്നില്ല. ആ ഒരു സംഭവത്തിൽ കൂടി, ആ ഒരു സപ്പോർട്ടിൽ കൂടി നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആവേണ്ടത് ആവശ്യമായിരുന്നു അവിടെ. കാരണം നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ വരണമെന്നും അത് മുന്നോട്ട് പോകണമെന്നും ഡിവൈൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നും ഡിവൈൻ്റെ തീരുമാനം ഇല്ലാതെ മുന്നോട്ട് പോകില്ല, അല്ലേ? അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷനിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒരു നിമിത്തമായി മാറി നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആവാൻ എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ അവരുടെ ഇമോഷണൽ സപ്പോർട്ടായിട്ട് മാറേണ്ടത് അവിടെ അനിവാര്യമാണ്. നിങ്ങൾ അവർക്കോ അവർ നിങ്ങൾക്കോ ഒരു ഇമോഷണൽ സപ്പോർട്ടായിട്ട് മാറേണ്ടത് അവിടെ വളരെ അത്യാവശ്യമായിരുന്നു. അത് ഡിവൈൻ ഓൾറെഡി തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് അവിടെ ആ കണക്ഷൻ വന്നത് കേട്ടോ. അതേപോലെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ സ്പൗസിൻ്റെ അടുത്ത് ഹാപ്പി ആയിരുന്നില്ല, അവരുടെ മാരേജിൽ ഹാപ്പി ആയിരുന്നില്ല എന്ന് കാണുന്നു. ഓക്കെ, ചിലതെല്ലാം വൈസ് വേഴ്സയും എടുത്തോളുക കേട്ടോ. അവിടെ അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടുന്ന ആ ഒരു ഇമോഷണൽ എന്താ പറയുക, സപ്പോർട്ട് കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു കണക്ഷനിൽ കൂടിയാണ്, ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തതിൽ കൂടിയാണ് നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് വന്നത് എന്നും കാണുന്നു. നിങ്ങളുടെ പേഴ്സണ് അവിടെ ഇമോഷണൽ സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് നിങ്ങളാണ്, അത് കൊടുക്കേണ്ടത് നിങ്ങളാണ് എന്ന് ഓൾറെഡി ഡിവൈൻ ഇന്നാൾക്ക് ഇന്നാളെന്ന് ഡിവൈൻ എഴുതിയിട്ടുണ്ട്, അല്ലേ? ആ ഇമോഷണൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ അവർ തകർന്നു പോയി ആകെ അവരുടെ ജീവിതം തന്നെ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾ അവരെ കരകയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഡെസ്റ്റിനി നിങ്ങൾക്കായിരുന്നു. അവരുടെ താങ്ങും തണലുമായിട്ട് നിൽക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഡിവൈൻ നിങ്ങളെ അവിടെ കണക്ട് ചെയ്യിച്ചത് എന്ന് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പ്രീ ഡെസ്റ്റൈൻഡ് പാർട്ട്നേഴ്സാണ്. ഓക്കെ, ഓൾറെഡി തലവരയിൽ നിങ്ങൾ തമ്മിലാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് ഡിവൈൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയേ മതിയാകൂ, നിങ്ങൾ പ്രണയിച്ചേ മതിയാകൂ, നിങ്ങൾ വിവാഹിതരായേ മതിയാകൂ എന്ന് ഡിവൈൻ പറഞ്ഞിട്ടുണ്ട് അവിടെ. ഇന്നാൾക്ക് ഇന്നാളെന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ തലവരയിൽ ഒരാളുടെ പേര് എഴുതിയിട്ടുണ്ടാവുമല്ലോ, ആ വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ വിവാഹം, നിങ്ങളുടെ മീറ്റിംഗ് അപ്പ് അനിവാര്യമാണ് എന്ന് തന്നെ കാണുന്നു. ഓക്കെ, അതേപോലെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടല്ലോ, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവുന്ന വ്യക്തിയായിരിക്കും. റെസ്പോൺസിബിലിറ്റീസ് കുറച്ചൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇവരെ മനസ്സിലാക്കി ഇവരുടെ കൂടെ നിൽക്കാൻ ആരുമില്ല. എല്ലാവർക്കും അവരുടെ ഫൈനാൻഷ്യൽ ഗെയിൻസ്, അവരുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഉണ്ടല്ലോ ഫൈനാൻഷ്യൽ ഗെയിൻസ്, അവരെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണ്, അതൊക്കെ തന്നെ അവർക്ക് ചുറ്റുമുള്ളവർക്ക് അവരെ പറ്റിയിട്ട് ചിന്തയുള്ളൂ. എന്നാൽ അവരും ഒരു മനുഷ്യനാണ്, അവർക്കും ഇമോഷൻസ് ഉണ്ട്, ഇമോഷണൽ സപ്പോർട്ട് ആ പേഴ്സണും വേണം എന്നുള്ള ചിന്ത അവരുടെ ചുറ്റിനുമുള്ള ആർക്കും ഇല്ല. ഓക്കെ, പക്ഷെ ആ ഒരു സപ്പോർട്ട് കൊടുക്കാൻ ഒരു വ്യക്തി ജീവിതത്തിൽ വേണമല്ലോ. ആ ഡെസ്റ്റിനി നിങ്ങൾക്കാണ് ഡിവൈൻ തന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ ഇമോഷണൽ സപ്പോർട്ട് നിങ്ങളാണ്. അവർക്ക് ഈവൻ ഫൈനാൻഷ്യലിയും അവർ തകർന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് അവരെ സഹായിച്ചു കാണും. അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സണെ. അത് ഡിവൈൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്.
അവരുടെ ഏറ്റവും വലിയ ഇമോഷണൽ, ഫൈനാൻഷ്യൽ, ബാക്കി എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങളാണ് എന്ന്, അതായത് സ്റ്റെബിലിറ്റിയോടുകൂടി ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ് എന്ന് ഡിവൈൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങൾ അവരുടെ ലൈഫിൽ കൂടിയേ തീരൂ എന്നുള്ള സിറ്റുവേഷനാണ് കേട്ടോ. അതേപോലെ അവർക്ക് ഇത്തിരി സന്തോഷം പ്രദാനം ചെയ്യുന്ന നിങ്ങളാണ്. നിങ്ങളുടെ തമാശകൾ, നിങ്ങൾ സംസാരിക്കുന്ന രീതി, എന്താ പറയുക, കുറച്ച് ഹാപ്പി ആയിട്ട് പെരുമാറുന്നത്, അതൊക്കെ ഇവരെ സന്തോഷിപ്പിക്കാറുണ്ട്. ഓക്കെ, നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ആ സമയം ഇവർ വല്ലാതെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളുടെ പേഴ്സണ് ആ സപ്പോർട്ട് ആവശ്യമാണ്. അവർ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ പോകുന്ന വ്യക്തിയാണ്. ആ വ്യക്തിക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ ഒരു ബാലൻസ് വരണമല്ലോ. ഒരാൾ കൂടുതൽ വിഷമാവസ്ഥയിലിരിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന മറ്റേ ആൾ ഓപ്പോസിറ്റ് ആയിരിക്കണം. ഓപ്പോസിറ്റ് പോൾസ് അട്രാക്റ്റ് എന്ന് പറയില്ലേ, അതുപോലെ അവരുടെ കുറവുകളെ നികത്തുന്നത് നിങ്ങളാണ്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ തന്നെ വരുള്ളൂ എന്നാണ് ഡിവൈൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വേണം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത വ്യക്തിയാണ് കേട്ടോ. എന്നുവെച്ചാൽ പെട്ടെന്ന് ദേഷ്യപ്പെടും. നിങ്ങൾക്ക് തന്നെ തോന്നാറുണ്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, എന്നിട്ട് പോവും, പിന്നെ വിഷമിച്ച് വീണ്ടും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെയായിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു രീതി. ഇവരെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളെ കൊണ്ടേ സാധിക്കൂ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേഴ്സൻ്റെ ഈ പാറ്റേൺ അത് നോർമലാണ്, അവർ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല, അവർ ഇമ്പൾസിൽ ചെയ്തു പോകുന്നതാണെന്നൊക്കെ മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ടേ സാധിക്കൂ. ഓക്കെ, അപ്പോൾ അവരെ പോലൊരു പേഴ്സണെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളെ പോലൊരു പേഴ്സണെ കൊണ്ടേ സാധിക്കൂ എന്ന് ഡിവൈൻ അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യിച്ചത് കേട്ടോ. അതേപോലെ അവർക്ക് വേണ്ടി ഇത്രയും തീവ്രമായിട്ട് പ്രാർത്ഥനകൾ ചെയ്യാനും സ്പിരിച്വലി നല്ലോണം കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ. ആ സ്പിരിച്വൽ കണക്ഷൻ്റെ ആ ബ്ലെസ്സിങ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ പേഴ്സൺ അത്യാവശ്യമാണ്. ഓക്കെ, കാരണം അവരത്ര സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയല്ല. അപ്പോൾ നിങ്ങളുടെ ആ സ്പിരിച്വൽ കണക്ഷൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ പേഴ്സണ് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഡിവൈൻ അവിടെ നിങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ അവരെ നല്ല വഴിക്ക് നയിക്കാൻ ശ്രമിക്കാറുണ്ട്. അവർ ദൈവത്തിനെ തള്ളി പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, അങ്ങനെയല്ല, ദൈവം എന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട്, അതിനെ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നിങ്ങൾ ആ സ്പിരിച്വാലിറ്റിയിലേക്ക് ഇവരെ നയിക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടായിരിക്കും കേട്ടോ. അടുത്തത്, നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും നല്ലൊരു സുഹൃത്തായിട്ട് കൂടെ നിൽക്കേണ്ടുന്ന വ്യക്തിയാണ് കേട്ടോ. നിങ്ങൾ പാർട്ട്നേഴ്സ് ആയിരിക്കാം, പക്ഷെ അതിലുപരി അവരുടെ പ്രശ്നങ്ങളിൽ പെട്ടുഴലുന്ന മനസ്സിന് നിങ്ങൾ ഏറ്റവും നല്ലൊരു സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. അത് ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ അവർക്ക് അവരുടെ വിഷമങ്ങൾ പറയാനൊരു വ്യക്തി വേണം, അല്ലേ? അതൊരു ഫിസിക്കൽ കണക്ഷൻ ആയിക്കൊള്ളണമെന്നില്ല അവരുടെ ലക്ഷ്യം. അവർക്ക് ഇമോഷൻസ് ഷെയർ ചെയ്യാൻ, അവരുടെ സ്നേഹം പങ്കുവയ്ക്കാൻ, അവരുടെ വിഷമങ്ങൾ പറയാൻ, പരസ്പരം പറയാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഒരു സുഹൃത്ത് വേണം. എന്തും പറയാൻ പറ്റുന്ന ഒരു സുഹൃത്ത് നിങ്ങളിൽ ആ ഒരു കഴിവുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സൗഹൃദം നിങ്ങളുടെ പേഴ്സണ് കൊടുക്കാൻ സാധിക്കുമെന്ന് ഡിവൈൻ തോന്നിയത് കൊണ്ടാണ് അവിടെ നിങ്ങളുടെ കണക്ഷൻ വന്നത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ പോസിറ്റിവിറ്റി നിങ്ങളുടെ പേഴ്സണ് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, കുറച്ച് നെഗറ്റീവ് തോട്ട്സ് കൂടുതലായിട്ട് കീപ്പ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. എല്ലാം ഒരു അങ്ങനെ ആയാൽ എന്ത് പറ്റും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങളോ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നോക്കുന്ന ഒരു വ്യക്തിയും. അപ്പോൾ നിങ്ങളുടെ അതും ഈ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് പോൾസ് അട്രാക്റ്റ് എന്നുള്ളതാണ്. നിങ്ങളുടെ പോസിറ്റിവിറ്റിയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. ആ പോസിറ്റിവിറ്റിയുടെ കുറവ് നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. അപ്പം ആ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിവൈൻ നിങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തത് കേട്ടോ. അതുപോലെ നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ അവരുടെ ഭാര്യ ഭർത്താവ് ആയിരുന്നു. അത് ഒരു സ്പിരിച്വൽ കണക്ഷനും കൂടിയാണ്. ഓക്കെ, അത് ഈ ജന്മത്തിൽ കണ്ടിന്യൂ ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ്. അവിടെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ളതാണ്. ഇത് ഈ ജന്മത്തിൽ നിൽക്കില്ല, അടുത്ത ജന്മങ്ങളിലും നിങ്ങൾ പാർട്ട്നേഴ്സ് തന്നെ ആയിരിക്കും എന്നുള്ള രീതിയാണ്. അപ്പം നിങ്ങൾ ഈ ജന്മത്തിൽ കാണണം, വിവാഹിതരാവണം എന്നുള്ളത് നിർബന്ധം തന്നെയാണ് കേട്ടോ. അടുത്തത് 10 ഓഫ് പെൻഡക്കിൾസ്. നിങ്ങളുടെ പേഴ്സൻ്റെ സോൾമേറ്റ് ആയിരിക്കാം കേട്ടോ. സോൾമേറ്റ് എന്ന് പറയുമ്പോൾ അത് പാർട്ട്ണർഷിപ്പ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നിരിക്കാം, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആയിരുന്നിരിക്കാം, ഭാര്യ ഭർത്താവായിരുന്നിരിക്കാം. എന്ത് തരം കണക്ഷൻ വേണമെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നിരിക്കാം.
ആ ഒരു സ്ട്രോങ് കണക്ഷൻ നിങ്ങളെ വിട്ടുപിരിയാൻ സമ്മതിക്കുന്നില്ല. വീണ്ടും ഈ ജന്മത്തിൽ നിങ്ങൾ കണ്ടുമുട്ടി സോൾമേറ്റ്സ് ആയതുകൊണ്ട് തന്നെ പരസ്പരം വളരെ സ്ട്രോങ് ആയിട്ടൊരു പുള്ള് ഫീൽ ചെയ്തു. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ സോൾമേറ്റ്സ് ആയതുകൊണ്ടാണ് ഡിവൈൻ നിങ്ങളെ അവിടെ കണക്ട് ചെയ്തതെന്ന് കാണുന്നു. 2-3 കാർഡ് കൂടെ എടുത്തിട്ട് നമുക്ക് നിർത്താം അല്ലേ. നിങ്ങളുടെ പേഴ്സണെ സഹിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അവരൊരു പ്രത്യേക ടൈപ്പ് ക്യാരക്ടറുള്ള വ്യക്തിയായിരിക്കാം കേട്ടോ. എന്നാൽ നിങ്ങളോ വളരെ ക്ഷമ കീപ്പ് ചെയ്യുന്ന, എന്ത് ടാൻട്രംസും ചിരിച്ചുകൊണ്ട് എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയായിരിക്കാം. ഓക്കെ, അപ്പോൾ ഡിവൈനിന് തോന്നി ഇവരെ പോലൊരു പേഴ്സണെ ഭരിക്കണമെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളെപ്പോലൊരു വ്യക്തിയെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആവട്ടെ എന്ന് ഡിവൈൻ അങ്ങ് തീരുമാനിച്ചു കേട്ടോ. നിങ്ങളുടെ പേഴ്സണ് ഫൈനാൻഷ്യൽ ഗൈഡൻസിൻ്റെ വളരെയധികം ആവശ്യമുണ്ട്. ഓക്കെ, അവർക്ക് ഫൈനാൻസസ് ഡീൽ ചെയ്യാനൊന്നും അറിയില്ല. കാശ് സമ്പാദിക്കും, അത് ആരെങ്കിലും ഏൽപ്പിക്കും, അവർ മാനേജ് ചെയ്തോളണം എന്നുള്ള സിറ്റുവേഷനാണ്. ഇത് നിങ്ങളുടെ സ്പൗസ് തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊരു ദിശാബോധം ഉണ്ടാക്കി കൊടുക്കാനും ഭാവിയിലേക്ക് സേവിങ്സ് കാര്യങ്ങൾ, അവരുടെ ഭാവി സ്ട്രോങ് ആക്കുക, അതുപോലെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ അവർക്കൊരു ധൈര്യം കൊടുക്കുക, ഒന്ന് എല്ലാം മനസ്സിൽ വയ്ക്കുന്ന വ്യക്തിയായിരിക്കും. ഒന്ന് ഓപ്പണായിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ അറിയാത്ത വ്യക്തിയായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക ആ ആറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടവിടെ കാണിക്കണം. അതേപോലെ സേവിങ്സ് വളരെ അത്യാവശ്യമാണ്, ഭാവിയെപ്പറ്റി ചിന്തിക്കേണ്ടുന്നത് അത്യാവശ്യമാണ് എന്നൊക്കെയുള്ള ഒരു ലെസൺ. കുറച്ച് ഇമ്മച്യൂറാണ് നിങ്ങളുടെ പേഴ്സൺ, ചുരുക്കി പറഞ്ഞാൽ ആ ഒരു മെച്യൂരിറ്റി നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു ഇമ്മച്യൂർ പേഴ്സണെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള പേഴ്സൺ കൂടെ വേണം. ഓക്കെ, അതുകൊണ്ട് അതിന് പ്രാപ്തിയുള്ളത് നിങ്ങളാണെന്ന് ഡിവൈനിന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ തമ്മിൽ കണക്റ്റഡ് ആയത്. നിങ്ങൾ ട്വിൻ ഫ്ലെയിംസ് ആയിരുന്നിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഒരേ ആത്മാവ് രണ്ടായി മാറി വീണ്ടും ഈ ജന്മത്തിൽ കണ്ടുമുട്ടി സ്വാഭാവികമായിട്ടും നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആവും അല്ലേ. ഈ റിലേഷൻ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ കൂടി കടന്നു പോകേണ്ടുന്നത് അനിവാര്യമായിരുന്നു അവരുടെ ജീവിതത്തിൽ കേട്ടോ. പക്ഷെ ആ തകർന്ന ഹൃദയത്തിനെ കൂടി ചേർക്കേണ്ടുന്ന ആ ഒരു ഡെസ്റ്റിനി നിങ്ങൾക്കായിരുന്നു. ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവുക. ഓക്കെ, അവിടെ നിങ്ങൾ അവരുടെ പില്ലർ ഓഫ് സപ്പോർട്ടായിരുന്നു. അത് ആ സപ്പോർട്ട് അവർക്ക് ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അതില്ലായിരുന്നെങ്കിൽ അവർ തകർന്നു പോയേനെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആവേണ്ടത് അവിടെ അത്യാവശ്യമായിരുന്നു. നിങ്ങളാണ് അതിന് പറ്റിയ വ്യക്തി എന്ന് ഡിവൈനിന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയത് കേട്ടോ. നിങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ലക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ദൗത്യം കൂടി ഉണ്ടായിരുന്നു. നിങ്ങളവരുടെ ഡെസ്റ്റിനിയാണ്, അവരുടെ ഭാഗ്യമാണ്, ഭാഗ്യ നക്ഷത്രമാണ്, എല്ലാമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കേണ്ടുന്നത് അവരുടെ ആവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡിവൈൻ അങ്ങനെ തീരുമാനിച്ചു അവർക്ക് നല്ലത് വരണം. അവർ മാനിഫെസ്റ്റേഷൻസ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. ഒരു പോസിറ്റീവ് വ്യക്തി അവരുടെ ലൈഫിൽ വരണമെന്നും അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണമെന്നും നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്ത് കാണണം. ആ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും സ്പിരിച്വലി കണക്റ്റഡ് ആയ വ്യക്തികളായിരിക്കും കേട്ടോ. അങ്ങനെ പരസ്പരം സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തുക എന്നുള്ളത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്. ആ ദൈവമാണ് നിങ്ങളുടെ ഇടയിൽ മീഡിയേഷനായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ കണക്റ്റഡ് ആവണം എന്നുള്ളത് അവിടെ അനിവാര്യമാണ്. അത് ഡിവൈൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ പരസ്പരം ആ സ്പിരിച്വാലിറ്റീനെ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾ ഹീലേഴ്സ് ആയിരിക്കാം, രണ്ടുപേരും തന്നെ ഹീലേഴ്സ് ആയിരിക്കാം, ഒരു പ്രെയർ ഗ്രൂപ്പിലൊക്കെ മെമ്പേഴ്സ് ആയിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു മനസ്സമാധാനം, ഇവരാണ് എൻ്റെ പാർട്ട്ണർ എന്നുള്ള ആ ഫീലിംഗ്, അതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തമ്മിൽ കാണുമ്പോൾ തോന്നാറുണ്ടായിരിക്കും. ഓക്കെ, അതങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾ പ്രീ ഡെസ്റ്റിൻഡ് ആണ് നിങ്ങൾ തമ്മിൽ കാണുക എന്നുള്ളത്. നിങ്ങൾ സ്പിരിച്വലി എനർജീസ് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ കാണേണ്ടുന്നത് അനിവാര്യമാണ്, കണക്റ്റഡ് ആവേണ്ടുന്നത് അനിവാര്യമാണ് എന്ന് ഡിവൈൻ അവിടെ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി എന്ത് ചെയ്യും, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഹൈപ്പ് ചെയ്യണം.
വേറെന്ത് ചെയ്യും? കമൻറ്റ് ചെയ്യണം. പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയറും കൂടെ ചെയ്യും. വേറെന്താ? വേറെ ഒന്നുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.